കേട്ടോ. റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതുകൊണ്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണം അത് ലാഭമായി. അല്ലെങ്കിലും ഫാമിലി ആയിട്ട് പോകുമ്പോൾ എപ്പോഴും ഉമ്മ ഏതെങ്കിലും ഒരു നേരത്തേക്കുള്ള ഭക്ഷണം ഇതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാറുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരുമായിട്ട് പള്ളിയിലോട്ട് പോയി. ഇതാണ് ആറ്റിങ്കര പള്ളി. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ. സ്ഥലപരിമിതി കാരണം ദർഗയ്ക്ക് മുമ്പിലുള്ള മണലുകളിൽ ഷീറ്റ് വീഴ്ചയാണ് ആൾക്കാർ ഇരിക്കുന്നത്. കുറച്ചു നേരം പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്നു കേട്ടോ. ഞാനിത് 2ാം തവണയാണ് ആറ്റിങ്കര പള്ളിയിലേക്ക് വരുന്നത്. 4 വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഞാനിവിടെ വരുന്നത്. അതിനുശേഷം ഇപ്പോഴും അങ്ങനെ നിൽക്കുക. അസർ ബാങ്ക് വിളിച്ചു. പിന്നെ ഞാൻ നേരെ പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ട് കുറച്ചു നേരം അവിടെ അങ്ങിരുന്നു. ഒരുപാട് തീർത്ഥാടകരുള്ള പള്ളിയാണെങ്കിലും പള്ളിയിൽ നിസ്കാര സ്ഥലം വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ തൊട്ടു മുമ്പിലായിട്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഈ സ്ഥലവും കാണാം. അതിനോട് ചേർന്ന് ഒരു പാചകപ്പുരയുണ്ട്. ആളുകളുടെ വരവിനനുസരിച്ച് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി ആൾക്കാർക്ക് വിതരണം ചെയ്യും കേട്ടോ. നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെയാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ നേർച്ചയായിട്ട് വരുന്ന ആടുകളും കോഴികളും ഒക്കെയാണ് അതിനുപയോഗിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം ആ ഒരു ആറ്റിങ്കര പള്ളിയുടെ പ്രദേശങ്ങളും ചുറ്റുപരിസരങ്ങളൊക്കെ കണ്ട് ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഒരു ചായ കുടിക്കാൻ തോന്നി. പള്ളിയുടെ മുമ്പിലായിട്ട് ഒരുപാട് ചായക്കടകളുണ്ട്. അപ്പൊ അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് ഞാൻ അവിടെ മൊത്തം ഒന്ന് കറങ്ങി നടന്നു കേട്ടോ. പള്ളിയിൽ വരുന്നവർക്ക് നേർച്ചകൾക്ക് വേണ്ടിയുള്ള നേർച്ച വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പുകളും ടോയ്സുകളും പാത്രങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട്. പിന്നെ പള്ളിയിൽ തന്നെ ഒരു നേർച്ചയുണ്ട്. പാലും പഴവും കൊടുക്കുന്ന ഒരു നേർച്ചയുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മ ഒരു പാലും പഴവും ബക്കറ്റിലൊക്കെ വാങ്ങിക്കൊണ്ട് പോവാണ്. ഇവിടുത്തെ കടയിൽ 200 രൂപ എങ്ങാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബക്കറ്റിന്റെ പകുതിയോളം പാലും പഴവും അവർ തന്നെ ഉണ്ടാക്കി തരും.